ഹലോ ഫ്രണ്ട്സ്, ടി ജെ ക്രിയേറ്റീവ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി കേരക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കേരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 4 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 3 തണ്ട് കറിവേപ്പില, 3 കുടംപുളി, ഒരു ചെറിയ തക്കാളി പൊടി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, പിന്നെ ഒരു 6 ഉള്ളി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ച പൊടികളിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ പൊടികളെല്ലാം വിനാഗിരിയിൽ നന്നായിട്ട് കുതിർന്ന് വരണം. എല്ലാം മണൽ പരുവം പോലെ നല്ല തരിതരി പോലെ കിട്ടും നമുക്കിത് കുഴച്ച് വരുമ്പോൾ. ആ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് പൊടികളൊക്കെ സോഫ്റ്റ് ആവുകയും അതുപോലെ മീനും അതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുകയൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ച് എല്ലായിടത്തും ആ വെളിച്ചെണ്ണയും വിനാഗിരിയും ഒക്കെ എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാട്ടോ. ഇത് മിസ് ചെയ്യരുത്. ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കുക. ഇതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അതുവരെ എണ്ണ ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 തണ്ട് കറിവേപ്പില എടുത്തിടുക. അതിനുശേഷം നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴണ്ടി വരുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ നമുക്ക് വരുമല്ലോ. നല്ലൊരു മീൻകറിയുടെ മണം നമുക്ക് വരും. കേരള മീൻകറിക്ക് വളരെ ഫേമസ് ആണല്ലോ. എന്തെല്ലാം വെറൈറ്റിയിലാണ് മീൻകറി വെക്കുന്നത്. ഇതും വളരെ സ്പെഷ്യലായിട്ടൊരു മീൻകറി ആട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ വെച്ചിരുന്ന അരപ്പ്, വെളിച്ചെണ്ണയും വിനാഗിരിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരപ്പ് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ അരപ്പ് നന്നായിട്ട് മൊരിച്ചെടുക്കണം. പിന്നെ കേര എന്ന് പറയുന്നത് നിസ്സാര മീനൊന്നും അല്ല കേട്ടോ. നല്ല പ്രോട്ടീനുള്ള ഫിഷാണ്. അത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിലൊരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു മീനാണ് കേര എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇത് ശരിക്കും നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് ആ കറിക്ക് ഒരു നല്ലൊരു കളറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. ഞാനൊരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം എടുക്കാം കേട്ടോ. അപ്പം 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3 കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുടംപുളി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നേരിയൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ വരും. അപ്പോൾ പുളി നന്നായിട്ട് ഇളകിയിട്ടുണ്ടാകും. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മൊരിച്ച് വെച്ചിരുന്ന അരപ്പെടുത്തിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴേ നല്ല ഡാർക്ക് റെഡ് കളറിൽ ആക്കിയ കറിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം ഓൾറെഡി തിളച്ചതായതുകൊണ്ട് ഗ്രേവി പെട്ടെന്ന് തിളച്ച് കിട്ടും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് മാത്രമേ നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കേര ഇട്ട് കൊടുക്കാം. കേര പീസുകൾ നമ്മളെല്ലായിടത്തും ഒരു സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി കറി നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് പറ്റി വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ആ മീനിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം.
കറി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചട്ടി നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മീൻ അടുക്കി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും നമുക്ക് വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കുറവോ ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് ഈ സമയത്ത് നമ്മളത് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറി ഇത് കണ്ടോ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ഇടാനുള്ള അരപ്പാണ്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നത് ആ മീൻ തന്നെ ഉളുമ്പ് മണോ എന്തെങ്കിലും ചീത്ത മണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഉലുവ അതിനൊക്കെ ഒരു പരിഹാരമാണ്. നല്ല രീതിയിൽ അതിന് മണമൊക്കെ മാറി ചീത്ത മണമൊക്കെ മാറി നല്ല ഒരു സ്മെല്ല് ഉലുവയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉലുവ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായൊന്ന് വരെ കറുത്ത് പോരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം. നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്ന വരെ മുരിഞ്ഞ് വരണം കേട്ടോ. അത് കാരണം കറി വെന്തതിന് ശേഷമാണ് നമുക്കിത് അതിലേക്ക് ഇടാനുള്ളത്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇതല്ലാതെ വേറെ വേവൊന്നും ഇതിന് ഇല്ല. അപ്പോൾ ഈ മുരിച്ചെടുക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതോടൊപ്പം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന വേപ്പില, നമ്മൾ എടുത്ത് വെച്ചിരുന്ന വേപ്പില കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഉള്ളി, വേപ്പില, പിന്നെ നമ്മുടെ ഉലുവ, ഇതൊരു ഭയങ്കര കോമ്പിനേഷനാണ് കറികൾക്ക്. ഇതൊന്ന് മൂപ്പിച്ചിട്ട് കഴിയുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ കറിക്ക് വരും. അപ്പോൾ അതൊരു പ്രത്യേക ഇതും ഒരേ ടിപ്പാണ് കേട്ടോ കറിയിലിടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി പറ്റിക്കാനുണ്ട്, വെള്ളം ഇത്തിരി കൂടി പറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെക്കാം. ഞാനിടയ്ക്ക് കറി ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. ഇതൊന്നും കൂടി നന്നായിട്ട് പറ്റി വരട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് പറ്റി മീനൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. ഇപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ഗ്രേവി ഉള്ളത്. നിങ്ങൾക്കിത് കാണാമല്ലോ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റും ആയിരിക്കും. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സൂപ്പർ കറി ആയിരിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളിത് ട്രൈ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ കറി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും 100% ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ മൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയും വേപ്പിലയും ഉലുവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഈ കറിക്ക് വരും. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചട്ടി മൂടി വെക്കണം. എങ്കിലാണ് നമ്മൾ അടുത്ത പ്രാവശ്യം ഈ കറി എടുക്കാനായിട്ട് തുറക്കുമ്പോൾ വളരെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൊതിയാവും. ആ രീതിക്ക് സ്മെല്ല് വരും. നമുക്കിത് ഓഫ് ചെയ്തു. കറി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഈ കറി. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് കണ്ടോ, ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നമുക്ക് എല്ലാത്തിനും പറ്റും കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ബെസ്റ്റ് കറിയാണ്. എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.